നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കൊണ്ടോട്ടി നഗരസഭയുടെ വികസന സെമിനാറിൽ പുതിയ സാമ്പത്തിക വർഷം 21 കോടി രൂപയുടെ കരട് പദ്ധതികൾക്ക് രൂപം നൽകി. കഴിഞ്ഞ വർഷങ്ങളിൽ തുടങ്ങിവെച്ച പദ്ധതികളായ ബസ് സ്റ്റാൻഡ് വിപുലീകരണം, കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം, നഗര സൗന്ദര്യവൽക്കരണം, നഗരസഭ ഓഫീസ് വിപുലീകരണം, ജനസൗഹൃദ മുനിസിപ്പൽ കാര്യാലയം, അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കെട്ടിടങ്ങളുടെ നിർമ്മാണം, നഗരസഞ്ചയം പദ്ധതി, അമൃത കുടിവെള്ള പദ്ധതി തുടങ്ങിയവയുടെ പൂർത്തീകരണത്തിനാണ് 2025-26 നഗരസഭ മുൻഗണന നൽകുന്നത്. കൊണ്ടോട്ടി നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് കുറുപ്പത്ത് KP ലോഞ്ചിൽ നടന്ന വികസന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഗീർ ഉദ്ഘാടനം ചെയ്തു. 4 വർഷത്തെ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇനി കൂടുതലായിട്ട് ഉപയോഗം ഏത് ഭാഗത്തേക്കാണെന്നുള്ളത് പരിശോധിച്ചിട്ട് വേണം ഇത് അന്തിമമാക്കാൻ. അതുപോലെ ഇവിടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാം ഡീപ്പായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. അതിൻ്റെ പുറമെ നമുക്കറിയാം, ജനകീയാസൂത്രണം രൂപപ്പെട്ടതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈസ് ചെയർമാൻ അഷറഫ് മടാൻ അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി മിനിമോൾ പദ്ധതികൾ വിശദീകരിച്ചു. പല സെമിനാറുകളിലും പല സമയത്തും നമ്മൾ അത് ആവർത്തിച്ച് അതിന്റെ പണികൾ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഏതായാലും ഈ വരുന്ന 24-ാം തീയതി നമ്മുടെ പൂമാറ്റ നഗരം, നമ്മുടെ കൊണ്ടോട്ടി ടൗൺ കൂടുതൽ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പേ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിർബന്ധമായിട്ടും നമ്മൾ വയ്ക്കുന്ന പല മേഖലകളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വയോജന മേഖലകളിലാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൊജക്ടുകൾ ഇത്തവണ പുതിയ നൂതന പ്രൊജക്ടുകളും വന്നിട്ടുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള ആളുകളെ നമ്മൾ എന്നും ചേർത്ത് പിടിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ക്ഷേമകാര്യ ചെയർമാന്റെ ഭാഗത്തു നിന്നും പുതിയ പ്രൊജക്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. വയോജനങ്ങൾക്ക് പല്ല് വെച്ച് കൊടുക്കുന്ന ഒരു പ്രൊജക്ട്, അതുപോലെ തന്നെ വയോജന വിനോദയാത്ര. കഴിഞ്ഞൊരു തവണ ഞങ്ങൾ അവരെ വിനോദയാത്രയ്ക്ക് ചെറിയ രീതിയിൽ മുൻ പദ്ധതി നിർവഹണ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പറമ്പാടൻ കുഞ്ഞുമുഹമ്മദിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് 2025-26 വർഷത്തെ കരട് പദ്ധതി രേഖ ചെയർപേഴ്സൺ പ്രകാശനം ചെയ്തു. 21 കോടിയോളം രൂപ വകയിരുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നഗരസഭയിൽ നിന്നും സ്ഥലം മാറിപ്പോയ കൊണ്ടോട്ടി കൃഷി ഓഫീസർ ഇസനയ്ക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. പരിപാടിയിൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ A. മുഹിയുദ്ദീൻ അലി, KP ഫിറോസ്, CT ഫാത്തിമത്ത് സുഹ്റാബി, റംല കൊടവണ്ടി, കൗൺസിലർ ഷിഹാബ് കോട്ട തുടങ്ങിയവർ സംസാരിച്ചു. എയർ1 ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.